അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ന്യൂ സിലബസിൻ്റെ ദുറൂസുൽ അഖായിദിലെ 1ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. എൻ്റെ കയ്യിൽ ഇതുവരെ കിതാബ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എഴുതിയെടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. കൂട്ടുകാർ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്താറു സ്വഹീഹ്. ഓരോന്നിനും യോജിച്ച് ശരിയുത്തരത്തിൽ നമ്മൾ ടിക്ക് ചെയ്യണം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച രക്തസാക്ഷി. ഓപ്ഷൻസ് നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതിൽ ടിക്ക് ചെയ്യുക. 2. ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയവും. ഓപ്ഷൻസ് നോക്കൂ. ഗുസാ, വഹൻ, സൈൽ. ശരിയുത്തരം വഹൻ. 3. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു. ഇതിൽ ആരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്? ശരിയുത്തരം മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. 1ാമത്തെ ചോദ്യം, ഉഹുദിന് മുകളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം ഉഹുദ്, അടങ്ങൂ, നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാണുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 2ാമത്തെ ചോദ്യം, ഖുർമാൻ എന്ന മുനാഫിക്കിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം, യുദ്ധം ചെയ്യുന്നതിനിടെ മുറിവ് പറ്റുകയും ആ വേദന സഹിക്കാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. 3ാമത്തെ ചോദ്യം, ആരാണ് മുനാഫിഖ്? ഉത്തരം, മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവരാണ് മുനാഫിക്കുകൾ. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ ഉപന്യസിക്കുക. 1. ഖന്തക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രവചനങ്ങൾ. ഉത്തരം, ഖന്തക് യുദ്ധവേളയിൽ കിടങ്ങ് കുഴിച്ചു കൊണ്ടിരിക്കെ ബിക്കാസ് ഏൽക്കാത്ത ഒരു പാറയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് എടുത്ത് പാറയിൽ വെട്ടി. അതിൻ്റെ 1/3 ഭാഗം തകർന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഷാമിൻ്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. അതിൻ്റെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ കാണുന്നു. ബിസ്മി ചൊല്ലി 2ാമതും പാറയിൽ വെട്ടി. പാറയുടെ 1/3 ഭാഗം കൂടി അടർന്നു വീണു. അല്ലാഹു അക്ബർ, എനിക്ക് പേർഷ്യയുടെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നു. മദായിനിലെ വെള്ള കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 3ാമതും ബിസ്മി ചൊല്ലി പാറയിൽ വെട്ടി. ബാക്കി ഭാഗം കൂടി അടർന്നു വീണു. അല്ലാഹു അക്ബർ, യമനിന്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സൻആയിന്റെ കവാടങ്ങൾ ഈ സമയത്ത് ഞാൻ കാണുന്നു. ഈ രാജ്യങ്ങളെല്ലാം പിന്നീട് ഇസ്ലാമിന്റെ കുടക്കീഴിൽ വന്നു ചേർന്നു. ഉപന്യസിക്കുക എന്നതിൽ 2ാമത്തത്, മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു എന്ന ധീരയോദ്ധാവ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഉപന്യസിക്കണം. അപ്പം നോക്കൂ, ഉസ്മാനിയ ഖിലാഫത്തിലെ 7ാമത്തെ ഭരണാധികാരിയാണ് മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു. ചെറുപ്രായത്തിൽ പഠനത്തിൽ തീരെ താൽപ്പര്യം കാണിച്ചിരുന്നില്ല. പല അധ്യാപകരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ പിതാവ് മുറാദ് 2ാമൻ ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിനെ അഹ്മദുൽ ഖുറാനിയെ ഏൽപ്പിച്ചു. അദ്ദേഹം ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിൽ വലിയ പ്രതീക്ഷ വളർത്തി.
വലിയ നേതാവും ഭരണാധികാരിയാകുമെന്ന പ്രത്യാശ ഉണർത്തി. കോൺസ്റ്റാന്റിനോപ്പിൾ മോചിപ്പിക്കുന്നവൻ താനായിരിക്കുമെന്ന ബോധം വളർത്തി. അതോടെ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു പഠനത്തിലും പരിശീലനത്തിലും മുഴുകി. കിട്ടുന്ന സമയമൊക്കെയും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. അതോടെ എല്ലാ മേഖലകളിലും കിടയറ്റ കഴിവും യോഗ്യതയും നേടി. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ ഭരണാധികാരികൾ കോൺസ്റ്റാന്റിനോപ്പിൾ മോചിപ്പിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം അവർ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു തൻ്റെ 22-ാം വയസ്സിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ചരിത്ര വിജയം നേടി. ഇതോടെ ജേതാവ് എന്ന അർത്ഥമുള്ള ഫാത്തിഹ് എന്ന പേർ അദ്ദേഹത്തിന് ലഭിച്ചു. 30 വർഷത്തെ മാതൃകാപരമായ ഭരണത്തിനു ശേഷം 52-ാം വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇതോടെ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.